ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമി. കളിയും ചിരിയും സന്തോഷവും ഇടകലർന്ന ഫൺ ഫാലിമിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മേത്തോട്ട് താഴം എന്ന സ്ഥലത്തെ പ്രണതി ചേച്ചിയുടെ ഫ്ലാറ്റിന് മുമ്പിലാണ്. അവരെല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്, പണി കൊടുക്കാനും പണി വാങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ കൂടുതൽ നീട്ടാതെ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. വാ. ഹായ്, നമസ്കാരം. വെൽക്കം വെൽക്കം. യെസ്, താങ്ക് യു. എന്തായി, ഞങ്ങൾ നിങ്ങളുടെ സമയമൊക്കെ വിലപ്പെട്ട സമയം കളഞ്ഞോ? ഇല്ല, ഞാൻ കൊച്ചി പോയിരിക്കുമ്പോ പെട്ടെന്നാണ് വൈഫ് പറഞ്ഞ സൂര്യ ടി വിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവർ എക്സൈറ്റ്മെന്റ് നിൽക്കായിരുന്നു. ഓക്കെ, സൂപ്പർ. എക്സൈറ്റ്മെന്റ് എപ്പിസോഡ് മൊത്തം നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ എനിവേ നമ്മളിപ്പോൾ വന്നേക്കുന്നത് പ്രണതി ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പൊ ഹസ്ബൻഡ് ആണ് ഉള്ളത്. പേര് അഖിൽ. അഖിൽ ബ്രോ, എന്ത് ചെയ്യുന്നു? ഞാൻ മർച്ചന്റ് നേവിയിലാണ്. അത് ശരി. 15 years ആയിട്ട് സെയിലിംഗ് ആണ്. എങ്ങനെ ഒരു പ്ലാൻ വന്ന കടലിലേക്ക് ആ ഒരു ഫീൽഡ്? അച്ഛൻ ആക്ച്വലി ഇന്ത്യൻ നേവിയിലായിരുന്നു. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ ആണ് ബേസിക്കലി ഉള്ളത്. ഓക്കെ, നീന്താനൊക്കെ ചെറുപ്പം തൊട്ടേ ഉള്ള? യെസ് നേവൽ ബേസിലാണ് വളർന്നതൊക്കെ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് എടുത്ത് കാണും അച്ഛൻ തന്നെ പഠിക്കുന്നു പറഞ്ഞോണ്ട്. അച്ഛൻ അങ്ങനെയാണ്. ഓക്കെ, സോ എനിവേ നല്ലൊരു ബ്യൂട്ടിഫുൾ ഫോട്ടോ. ഞാൻ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ശ്രദ്ധിച്ചത് ഇവിടുത്തെ ഇന്റീരിയർ ആണ്. നല്ല ഭംഗിയുണ്ട്. നമസ്കാരം. നമസ്കാരം. ഹായ്, വെൽക്കം ടു ദി ഷോ. ഓക്കെ, ഞങ്ങൾ പറയായിരുന്നു വന്ന് കയറുമ്പോ തന്നെ അതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാം അഖിലിന്റെ ഐഡിയ ആണ്. ഇന്റീരിയർ ചെയ്തെങ്കിലും ഓക്കെ. എന്ത് ചെയ്യുന്നു പ്രണതി ചേച്ചി? ഞാൻ ക്യാമ്പ്സിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഡാൻസറാണ്, ഡാൻസ് ടീച്ചറാണ്, അതുപോലെ ഏവിയേഷൻ ഫാക്കൽറ്റി ആണ്. അങ്ങനെ ഒരാള് കപ്പല്, ഒരാള് വിമാനം. അതെങ്ങനെ കണക്ഷൻ വന്നത്? അതൊരു പഴയ ജിം കണക്ഷൻ. ഞാൻ മിസ് മലബാർ കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി, ഒന്ന് ബോഡിയൊക്കെ മെലിയാൻ വേണ്ടി ഇങ്ങനെ ജിമ്മിൽ പോയപ്പോഴായിരുന്നു അക്കീനെ അവിടെ നിന്നായിരുന്നു ഞാൻ മീറ്റ് ചെയ്തത്. ട്രെയിനർ ആയിരുന്നോ? അല്ല, ഞാൻ അങ്ങനെ കുറെ പ്രണയങ്ങൾ ട്രെയിനർ അല്ല, അക്കീം അവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ വന്നായിരുന്നു. അത് ശരിയാ. അങ്ങനെ സഹായിച്ചു. അതെ, ഡംബിൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ സഹായിക്കാം. അങ്ങനെ നമ്മളത്ര കണ്ടേക്കണം. ഞങ്ങളിവിടെ വന്നതിന്റെ ഉദ്ദേശം ഒന്നുമല്ല, അഖിൽ ബ്രോക്ക് ചെറിയ വളരെ കുഞ്ഞൊരു പണി തരാൻ വേണ്ടിയിട്ടാണ്. ആ പണിയുമായി കൊട്ടേഷൻ ഏൽപ്പിച്ച് വിട്ടേക്കാണ് എന്നെ പ്രണതി ചേച്ചി. അതാണല്ലോ എന്നെ കൊച്ചിയിൽ വിടാതിരുന്നത്. എന്താണ് പണി തരേണ്ടതെന്നുള്ളത് ചേച്ചി തീരുമാനിക്കും. ചേച്ചി. യെസ്. അപ്പൊ എന്താ വെച്ചാൽ ആക്കി ഒന്നും കുക്ക് ചെയ്യാൻ അറിയില്ല ആക്കി. അപ്പൊ എല്ലാ പ്രാവശ്യം എന്നോട് പറയും ഞാൻ ഇപ്രാവശ്യം ഓരോന്ന് ഉണ്ടാക്കി ഷിപ്പ് പോയിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇപ്രാവശ്യം പപ്സ് ഉണ്ടാക്കി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ നീ പപ്സ് ഉണ്ടാക്കിയത് എനിക്ക് അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ശരി പപ്സ് തന്നെ ആക്കിക്കളയാം. ഇപ്പൊ ലീവിന് വന്നിട്ട് എടുത്ത് പറഞ്ഞു ഞാൻ ഉണ്ടാക്കും എന്ന് പറയും, പക്ഷെ ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഷോയിൽ തന്നെ എല്ലാവരും കാണട്ടെ. ശരി, അപ്പൊ നമ്മുടെ ടാസ്കിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ് ചേച്ചി. ചേച്ചി കുറച്ചു നേരം എവിടെങ്കിലും ഈ കണ്ടിട്ട് ഒന്നും കാണരുത്, ഒരു സഹായവും പറഞ്ഞു കൊടുക്കരുത്, ഒരു ഹെൽപ്പിനും വന്നേക്കരുത്. ഒന്ന് എഗ് ഞാൻ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതല്ലേ മുട്ട പോലെ? അതെ, രാവിലെ ജിമ്മിനോട് കഴിക്കാൻ വിചാരിച്ചാണ്. ഓക്കെ, ശരി. അപ്പൊ ചേച്ചി റെസ്റ്റ് എടുത്തോളൂ. ഞങ്ങൾ നേരെ കിച്ചണിൽ പോയിട്ട് കലാപരിപാടി. ഓക്കെ, ശരി. ചേച്ചി പറഞ്ഞ പോലെ മുട്ട ഞാൻ വിചാരിച്ചു രാവിലത്തെ മുട്ടക്കറിയോ അങ്ങനെ എന്തോ ആയിരിക്കും. എന്തായാലും ഒരു മഴ മുൻപേ എറിഞ്ഞിട്ടുണ്ട്. അതെ. ഇന്ന് സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കണം ഓരോന്നായിട്ട്. പഫ് പേസ്ട്രി എടുക്കാം, അത് വേണ്ടി വരും. പിന്നെ എനിക്ക് തോന്നുന്നു ഉള്ളിയും പിന്നെ ഉള്ളി വേണം. പിന്നെ കുറച്ച് ഗരം മസാല, ടർമറിക് പൗഡർ. ഓക്കെ, അതൊക്കെ ഇവിടെ എവിടെ വെച്ചിരിക്കുന്നത് ഞാൻ ഒന്ന് കണ്ടുപിടിക്കാനുണ്ട് ഓരോന്നായിട്ട്. ഓക്കെ, ഉള്ളി അവിടെ ഉണ്ടെന്നാണ് എന്റെ ഓർമ്മയിൽ. ഉള്ളി കിട്ടി. യെസ്, ഉള്ളി കിട്ടി. സാധനങ്ങളൊക്കെ ഏകദേശം റെഡി. ഇത്ര സാധനങ്ങൾ ഉണ്ടെങ്കിൽ പഫ്സ് ഉണ്ടാക്കാം. എളുപ്പമല്ല, അത് അത്ര വലിയ ടാസ്കുള്ള പണിയൊന്നും അല്ലല്ലേ ഇത്. ഇത് കുറച്ച് ടാസ്ക് എന്ന് പറയുന്ന ആ ഒരു പഫ് ഉണ്ടായി വരുന്നതാണ്. അതിന്റെ ഉള്ളില് ഫില്ലിങ്സ് നമുക്ക് ഈസിയാണ് ഉണ്ടാക്കുക. ഓക്കെ, അത് സമയം എടുക്കുന്നതാണോ? കുറച്ചൊരു സമയം എടുക്കും. അത് ശരി. ഓക്കെ, ഈ മറ്റേ മിലിറ്ററിയിൽ മെർച്ചന്റ് നേവിയിൽ ഇതൊക്കെ ചെയ്തിരുന്നു പറഞ്ഞുള്ളത് തന്നെയാണ്, അത് തട്ടി വിട്ടതാണോ വൈഫിനോട്? ഞാൻ ആക്ച്വലി ഒരു ഇതിനു വേണ്ടി പറഞ്ഞതാണ്, ഇതൊക്കെ അറിയാമെന്ന്. പക്ഷെ അത് പിന്നെ എന്തായാലും പ്രൂവ് ചെയ്യണല്ലോ. അപ്പൊ അങ്ങനെ ഓരോന്ന് ഷിപ്പിൽ വെറുതെ ഉണ്ടാക്കും, നമുക്കൊരു ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോഴേ. ഫ്ലോർ വേണ്ടി വരും.
അതിൻ്റെ ഒരു ഇതും കൂടി. ഇനി ഒരു ട്രേയും ബോളൊക്കെ ആക്കിയിട്ട് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യട്ടെ. എന്തൊക്കെയാണല്ലേ നമ്മള് പണിയെടുക്കുന്ന ഉള്ളി മുറിക്കുക അങ്ങനെ എന്തെങ്കിലും തന്നാ പോരെ. ഇങ്ങനെ പഫൊക്കെ ഉണ്ടാക്കേണ്ട പണിയൊക്കെ തന്നെങ്കിൽ എന്ത് ചെയ്യാൻ? അന്തമാതിരി കഥയാണ് അവിടെ അടിച്ചു വിട്ടേക്കണത്, അതാണ് പ്രശ്നം. ഇനി അടുത്ത പ്രാവശ്യം അടിക്കുമ്പോ ഒന്ന് കുറച്ച് മയത്തിൽ കനത്തിലടിക്കാൻ. പൊതുവേ ഈ ഷിപ്പിലൊക്കെ നല്ല ഗംഭീര ഫുഡാണെന്നൊക്കെയാണ് കേട്ടത്. അതെ അതെ, നമുക്ക് ക്രൂ മൾട്ടിനാഷണലാണ്, അപ്പൊ ഫുഡ് അങ്ങനെ വെറൈറ്റി ആയിട്ട് കിട്ടാറുണ്ട്. അതെ അതെ. ആ സമയത്ത് കേരള ഫുഡ് മിസ് ചെയ്യാറുണ്ട് എപ്പോഴും? ഓ ഭയങ്കരമായിട്ട്. എന്ത് നമ്മുടെ റൈസ് ആണോ? എനിക്ക് ആക്ച്വലി നാട്ടിൽ വന്നപ്പാടെ ഞാൻ പോയി ആദ്യം മസാല ദോശ കഴിക്കും. ആ ഒരു സംഭവം അവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫ്ലോർ എടുത്തു, ഇനി അതിനകത്തോട്ട് എന്ത് ആഡ് ചെയ്യാൻ പോകുന്നു? ഫ്ലോറിലേക്കാണ് നമ്മൾ ഇത് ഫ്ലാറ്റൻ ചെയ്യേണ്ടത്, ഈ പഫ് പേസ്ട്രീസ്. ഞാനൊരു മുട്ട റെഡിയാക്കാം. നമുക്ക് ഈ പഫിനൊരു ഗ്ലേസ് കിട്ടില്ലേ, അത് നമ്മുടെ മുട്ടേന്റെ യെല്ലോ ആണ് ആ ഒരു ഗ്ലേസ് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു മുട്ടേന്റെ യെല്ലോ പിന്നെ ബട്ടർ ഒന്ന് ചൂടാക്കി റെഡിയാക്കാം. രണ്ടും ഒന്ന് അപ്പോൾ അതും റെഡിയായി, പഫ് റെഡിയായി. 3 സവാള എടുക്കാം. ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ, ഇത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആക്ച്വലി ബാച്ചിലേഴ്സ് എന്നല്ല, ഇതേപോലെ കല്യാണം ബാച്ചിലേഴ്സ് ആണ് നല്ലത്. പറയാൻ കാരണം എന്തായിരുന്നു? കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ കല്യാണം കഴിഞ്ഞെടുത്ത് ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ പണി കിട്ടുമല്ലോ. ഇനി മേലെ ആർക്കും റെക്കമെൻഡ് ചെയ്യൂലെന്ന്. മുറിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. കണ്ണരി എന്നാണ്. നിങ്ങൾക്ക് കപ്പലിൽ പോകുന്ന സമയത്ത് മറ്റേ സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഉണ്ടായി കാണുമല്ലോ, ആദ്യമായിട്ട് കാറ്റടിക്കുന്നത്, മണം അല്ലേ? ആക്ച്വലി എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ നേവിയിലായോണ്ട് നമ്മുടെ ഇത് വിക്രാന്ത് അറിയില്ലേ? INS വിക്രാന്ത്. അപ്പൊ അതില് ചെറുപ്പത്തില് ഞാൻ പോയിട്ടുണ്ട്. അതെ അതെ, അതിന്റെ ഹെലികോപ്റ്റർ ബേ, പിന്നെ അതിന്റെ ലാൻഡിങ് ഏരിയാസ്. ഞാൻ പറഞ്ഞില്ല, ഉള്ളി മുറിച്ച് അപ്പ തുറന്നു. വൈഫ് കരയിപ്പിച്ച് കളഞ്ഞല്ലോ ചേച്ചി. എങ്ങനെയാണ് പണി തരുന്നത്? എന്താ ചെയ്യല്ലേ? നമ്മുടെ സലീം കുമാർ പറഞ്ഞ സവാള അരി 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 അതൊന്നും എൻ്റെ ആവശ്യമില്ല. അതാ കണ്ട, എല്ലാം അരിഞ്ഞ് റെഡി സെറ്റായി. അതെ. ഇവിടെ വരുന്ന വഴിക്ക് കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ട്, പക്ഷെ കളിപ്പാട്ടം കൊണ്ട് ഉപയോഗിക്കുന്നത് ആരെയും കണ്ടില്ല. ആക്ച്വലി നല്ല ഉറക്കായിരുന്നു. ഇന്ന് ലീവ് ആയണ്ടേ. എന്താണ് മോന്റെ പേര്? എങ്ങനെയാ? മോൻ അയങ്ക്. ഓക്കെ. അവൻ ഓക്സ്ഫോർഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. സെക്കൻഡ് ഗ്രേഡ്. സൂപ്പർ. പ്രൊഫൈൽ എങ്ങനെയാണ് അവിടെ വരുന്നത്? ഞാൻ അവിടെ ചീഫ് ഓഫീസർ ആയിട്ടാണ്. ചീഫ് ഓഫീസറാണ്. അപ്പോൾ ഒരു ചീഫ് ഓഫീസർക്ക് എന്തൊക്കെ ഇപ്പൊ എനിക്ക് ഇന്ന സാധനം ഇപ്പൊ വേണമെന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള ആ ഒരു പവർ ഉണ്ട് അവിടെ? ക്യാപ്റ്റൻ ആണ് മെയിൻ ചാർജ് ഓഫ് എവറിത്തിങ്. ഓക്കെ. പിന്നെ വരുന്നത് ഡെക്കും എഞ്ചിനും. അതായത് ഒരു ഷോറൂമിൽ പോയിട്ടുണ്ടെങ്കിൽ സെയിൽസും സർവീസും ഡെക്കും എഞ്ചിനും വരും. അപ്പൊ ഡെക്കിന്റെ ഇൻചാർജ് ഞാൻ ചീഫ് ഓഫീസർ ആയിട്ടും പിന്നെ എഞ്ചിന്റെ ഇൻചാർജ് ചീഫ് എഞ്ചിനീയർ ആയിട്ടും, അങ്ങനെ രണ്ടുപേരുണ്ട്. അപ്പൊ എന്റെ ഡിപ്പാർട്ട്മെന്റിലാണ് ഡെക്കും പിന്നെ ഗാലിയും വരുന്നത്. ഈ രണ്ടും വരിക. ഓ, കിച്ചന്റെ പോലെ. ശരി, അപ്പൊ എന്തും പറയാം. പാസഞ്ചർ ഷിപ്പാണ്, എങ്ങനെയാണ്, ഏത് കൈൻഡ് ഓഫ് ഇതിൽ വരുന്നത്? എന്റെ എന്ന് പറയുന്നത് LNG, നമ്മുടെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് കാരിയേഴ്സ് ആണ്. നിങ്ങൾക്ക് രസമായിരിക്കില്ലേ വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാം കപ്പലിലൂടെ? അത് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ജോയിൻ ചെയ്തത്. പക്ഷെ നമുക്ക് ഷോർ ലീവ് സമയം ഈ ഒരു LNG ആയതുകൊണ്ട് ആണ് പ്രശ്നം. ഷോർ ലീവ് സമയം ഭയങ്കര കുറവാണ്. അതായത് എല്ലാം ഒരു സൈക്കിളും 24 hours
അതായത് ഷിപ്പ് വരുന്നു, കാർഗോ എടുക്കുന്നു, പോകുന്നു, 24 മണിക്കൂറിനുള്ളിൽ എല്ലാം കഴിയണം, പോയിരിക്കണം. ഓരോന്ന് എത്ര ഇടണോന്നൊക്കെ കറക്റ്റ് അറിയാട്ടോ. ഇപ്പൊ ക്വാണ്ടിറ്റി ഞാൻ കുറച്ചാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ എല്ലാം കൂടി കുളമായല്ലോ. ഇപ്പൊ നമ്മുടെ ഫില്ലിംഗ് ഇസ് ഓൾമോസ്റ്റ് റെഡി. ജസ്റ്റ് ഒന്ന് black ആക്കാം. അവിടെ എണീറ്റെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ആള്. മോൻ റെഡി ആയെന്ന് തോന്നുന്നു. തലയിട്ട് നോക്കുന്നുണ്ട്. അവൻ ഉറങ്ങി എണീറ്റപ്പോ ഇവിടെ മൊത്തം ആൾക്കാര് ഭയം ഞെട്ടിപ്പോയി തോന്നുന്നു. കുക്കി വന്നു വാ വാ വാ. ഓ അവന് സങ്കടമാണല്ലോ. എന്താ നിന്റെ സങ്കടം? ഇത് അച്ഛൻ എന്താ ഉണ്ടാക്കണേന്ന് അറിയോ നിനക്ക്? ഇതെന്താണ് അച്ഛൻ ഉണ്ടാക്കുന്നത്? അവൻ കണ്ടിട്ടില്ല, ഞാനിപ്പോ വീട്ടിൽ ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അച്ഛൻ കിച്ചണിലേക്ക് കയറാറുള്ളത്. എന്താ അച്ഛൻ പതിവില്ലാതെ കിച്ചണിലൊക്കെയാണ്. ദേ ഊണിലും ഉറക്കത്തിലും ഇത് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഗെയിമറാന്ന് തോന്നുന്നു. ഏത് ഗെയിമാ അത്? അത് ഇപ്രാവശ്യം ഷിപ്പിന്ന് വരുമ്പോ ഞാൻ എനിക്ക് കളിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണ്. ശരി, എനിക്ക് കിട്ടാറില്ല. അതിലേക്ക് നമ്മൾ മുട്ട സെറ്റ് ചെയ്തു. ഇനി ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ. Just number 1. ഓക്കെ, ഇനി എന്താണ് പരിപാടി? ഇത് നമ്മൾ ബേക്കിങ്ങിന് വേണ്ടി വെക്കും. ഒരു 20 മിനിറ്റ്സ് ബേക്കിങ്ങിന് വേണ്ടിയിട്ട് വെക്കും. ഓക്കെ. ഓക്കെ, സോ അങ്ങനെ എന്താ പറയുക, എരിയുന്ന തീയിലേക്ക് നമ്മുടെ പഫ്സിനെ കയറ്റിയിരിക്കുകയാണ്. ഇനി എന്താണ്, 20 മിനിറ്റ് നമ്മൾ കാത്തിരിക്കണം. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എന്താണ് അതെ, അത് ഞാൻ വീട്ടിൽ ആക്ച്വലി അവളെ വിളിക്കുന്നത് ഗുണ്ടു. അതെ അതെ. തിരിച്ചെന്താ വിളിക്കുന്നത്? ഇത് വല്ലതും നീ അറിഞ്ഞ കുക്കി? അച്ഛനുണ്ടാക്കിയതാണ് നല്ല അടിപൊളി എഗ് പഫ്സ്. ഷേപ്പൊക്കെ ഒന്നുണ്ട്, ഇതൊക്കെ ഈ കളറൊക്കെ അത് നമ്മുടെ ഷിപ്പിൽ അങ്ങനെയാണ്.
ഞാൻ കഴിക്കും. ആ അവൻ കഴിക്കട്ടെ. കഴിച്ചോക്കെ, Okay, okay. കഴിച്ചോക്കെ. നീ കഴിക്കും, ആദ്യം നീ കഴിക്കും. ഇത് മതി, ഇത് മതി. മോൻ ഓക്കെ എന്ന് പറഞ്ഞു, അത് മതി. ഇഷ്ടായോ മോനെ? ആ ഇനി ചേച്ചി ഓക്കെ. നല്ല taste ഉണ്ട്. ചൂടുണ്ട്. കൊള്ളാം. അടിപൊളി, ട്രൈ നോക്ക്. ആദ്യമായിട്ടാണ് ഒരു അപ്രീസിയേഷൻ. അടിപൊളിയുണ്ട്, നല്ല ടേസ്റ്റ് കൊള്ളാം. ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് ഒരു 10-ൽ എത്ര മാർക്ക് കൊടുക്കാം? 9.5 കൊടുക്കാം. Oh my God. അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് വേറൊരു കണക്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അതെ. ഇതൊരു അനാവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ ആണ്. ഇനി കിച്ചണിലേക്ക് സ്ഥിരമായി കയറ്റിവിടാനുള്ള ഒരു ശ്രമമാണ്. അതാണ് പ്ലാൻ. അതാണ് plan. ഇനി നീ കിച്ചൺ ഹാൻഡിൽ ചെയ്താൽ മതി എന്നായിരിക്കും. നല്ല ടേസ്റ്റ്. ഓക്കെ, സൂപ്പർ. അപ്പൊ 9.5 മാർക്സ് ആണ്. Yes, very good. വെരി ഗുഡ്, സൂപ്പർ, Thank you. അടിപൊളി. അപ്പൊ ഈ ടാസ്ക് അതിഗംഭീരമായിട്ട് ചേട്ടൻ വിൻ ചെയ്തിരിക്കുകയാണ്. അതെ. നമ്മുടെ പ്രോഗ്രാമിന്റെ പരിപാടികളൊക്കെ അറിയാതെ ചേച്ചി. ഇനി ചേച്ചിയും കൂടെ ഒരു ഗെയിം കളിച്ചാൽ മാത്രമേ നമ്മുടെ ബമ്പർ ഗിഫ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ് കിട്ടുള്ളൂ. ഓ ഓക്കെ, ഞാൻ എന്തായാലും തോൽക്കും മിക്കവാറും. എന്തായാലും ട്രൈ ചെയ്യാം. അപ്പൊ ട്രീറ്റ് വേണ്ടേ? വേണം. ഓ, അതാണ് ട്രീറ്റിന് പോണ്ട, ഇവനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കാം. ആ, അതാണ്. അതിലും വലിയ ട്രീറ്റ് ഞാൻ അവിടെ സെറ്റ് ആക്കി തരാന്ന്. ഓക്കെ, എന്തായാലും നമുക്ക് ഇന്ന് ഗെയിം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാം. ചേച്ചി, ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ റെഡിയാണ്. അതെ. ഇവിടെ ജയിച്ചേ പറ്റൂ. അവിടെ എന്ന് പറഞ്ഞാല് ഗംഭീരമായി 9.5 ആണ് മാർക്ക് ചേച്ചി കൊടുത്തത്. അപ്പൊ ചേച്ചി ഇവിടെ 10-ൽ 10 കൊടുത്തിരിക്കണം. നടക്കും അറിയില്ല. നമുക്ക് നോക്കിയേക്കാം. ഞാൻ എന്തായാലും ഗെയിമിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഇത് ഒരു വടി. ഓക്കെ, ഈ 2 വടിയിൽ നമ്മൾ ഇവിടെ ഒരു സെല്ലോ ടാപ്പ് വെച്ചിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു വഴി കണ്ടോ? ഒരു വഴി കണ്ടോ? ഓക്കെ, നമ്മൾ എടുക്കേണ്ടത് ഇതിൽ നിന്നും ഒരു നമ്മുടെ ഗോലി എന്ന് പറയില്ലേ, എടുക്കുന്നു. ഇവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഒരു കൈ വെച്ച് ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇവിടുന്ന് പയ്യനെ ഇങ്ങനെ വിട്ട് 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 ഇവിടെ ഒരു കുഴി ഉണ്ടാ, ഇവിടെ നമ്മൾ ഗോൾ അടിക്കണം. സിമ്പിൾ. ട്രൈ ചെയ്ത് നോക്ക്. ഈ എല്ലാ ചേച്ചിമാരും ഇങ്ങനെ പറയുന്ന എല്ലാ ചേച്ചിമാരും വിജയിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ട്രീറ്റ് കൊടുത്തിട്ടുണ്ട്. എപ്പിസോഡ് പിന്നെ അപ്പൊ ചേച്ചി ഐശ്വര്യമായിട്ട് ഇത് പിടിച്ചാലും ആദ്യത്തെ ഇത് ഞാൻ തന്നെ തരാം മാർഗ്. പിന്നെ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് ആണ് നമ്മുടെ സമയം. ഈ 1 മിനിറ്റിനകത്ത് ചേച്ചി ചേച്ചി ഗോൾ അടിച്ചിരിക്കണം. ഓക്കെ, ഗോൾഫാന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ വിടുന്നു, അതിനകത്ത് വിടുന്നു. ഓക്കെ, പോക്കറ്റിൽ ഇട്ടിരിക്കണം. ട്രൈ ചെയ്യാം. തുടങ്ങല്ലേ? ഞാൻ ഒരു കൗണ്ട് ഡൗൺ അപ്പത്തേക്കും തുടങ്ങി ആ ഒരു ആകാംക്ഷ. ഓക്കെ, ശരി. അപ്പൊ ചേച്ചി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒന്ന് പോയി, ഇതെല്ലാം പോവാനുള്ളതാണ്. എന്നാലും ചേച്ചി 10 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. 50 സെക്കൻഡ്. അതും കൂടി കേട്ടാ പിന്നെ ഉള്ളതും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പറയുന്നവരൊക്കെ വിജയിച്ച ചരിത്രമേ ഉണ്ടായി. 25 സെക്കൻഡ്. 25 സെക്കൻഡിൽ ഇതാണ് എല്ലാവരുടെയും പ്രശ്നം. തോക്കും പറഞ്ഞ് അവസാനം അങ്ങ് ജയിക്കും. എന്നിട്ട് ഞങ്ങളുടെ ട്രീറ്റും കഴിച്ച് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കും. ഓക്കെ, സൂപ്പർ. സോ ചേച്ചി 25 സെക്കൻഡിൽ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നൈസ്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്. ഞാൻ തീരെ വിചാരിച്ചില്ല. എന്തോ ഒന്ന് മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. കണ്ടിട്ടില്ല, ഭാഗ്യത്തിന് വീണാവുന്നതാണ്. ഓക്കെ, ശരി. അപ്പൊ ഗെയിം വിൻ ചെയ്ത് സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോകണം. അതിനു മുമ്പ് ഞങ്ങളുടെ വക കുറച്ച് ഗിഫ്റ്റ്സ്, സൂര്യ കോമഡിയുടെ കുറച്ച് ഗിഫ്റ്റ്സും കരുതി കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങള്. യെസ്, നമ്മുടെ ഫുൾ ഫാമിലി ഇവിടെ അണിനിരന്നിരിക്കുകയാണ്. ഇത് അമ്മ, അച്ഛൻ. ഓക്കെ, എന്ത് ചെയ്യുന്നു അങ്കിൾ ആന്റി? എന്ത് ചെയ്യുന്നത്? ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കെ, ഞാൻ ഗൾഫിലായിരുന്നു, റിട്ടയർ ആയി. ടൈം പാസിന് ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ. അത് ശരി. ഇത് തന്നെ ഏറ്റവും വലിയ ടൈം പാസ് ആണ്. ഓടി നടക്കുക, ഇവന്റെ പുറകെ നടന്നാൽ മതി, ടൈം ഇങ്ങനെ പാസ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ ഗിഫ്റ്റ് സെറമണിയിലേക്ക് കിടക്കണം. അതിന് മുമ്പ് ഒരു സർപ്രൈസ് എനിക്ക് ഇവിടെ പൊട്ടിക്കാനുണ്ട്. എന്റെ അടുത്ത് അഖിൽ ബ്രോ പറഞ്ഞു ചേച്ചി നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും. അതെ ചേച്ചി, നമ്മുടെ സൂര്യ കോമഡി പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു വിജയിച്ച സന്തോഷത്തിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു ഗാനം. ഓക്കെ, ശരി. സ്ഥിരം പാടുന്ന പാട്ട്. ഇനി പാടിയ കൊല്ലുന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാരും. പക്ഷെ എന്നാലും അതിനൊന്നുകൂടി இந்த காற்றின் அலாவலில் மலரிதழ்கள் விரிந்திடுமோ, இந்த தீவ வினாடியில் மன அறைகள்
உள்ளத்திலே இதயத்திலே உனதிருவிழி தடவியதால் அமைந்து விட்டேன் மயக்கத்திலே உதிரட்டுமே உடலின் திரை அதுதான் இனி நிலாவின் கரை கரை அனல் மேலே பனித்துளி அலை பாயும் ஒரு கிளி. Nice ആയിരുന്നു. ഈ പാട്ടാണോ മടുത്തു മടുത്തു എന്ന് പറയുന്നത്? അഗിക്കല്ല എല്ലാവർക്കും എടുത്ത്. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു എന്താ ട്രീറ്റ് പോയേനെ. അപ്പൊ ചേച്ചി അതാണ് എനിക്ക് വേണ്ടത്. ഒരു താങ്ക് യു. ശരി, അപ്പൊ എന്തായാലും നമ്മുടെ ബമ്പർ ഗിഫ്റ്റ് ആയ ട്രീറ്റ് ചേട്ടനും ചേച്ചിയും സ്വന്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൈ ചോയ്സ് പുട്ടിന്റെ നല്ലൊരു സമ്മാനം, മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്. രുചിയുടെ കല രസായിക നൽകുന്ന നല്ലൊരു സമ്മാനം, രസായിക വാക്വം ഫ്രൈഡ് ഹെൽത്തി സ്നാക്സ്. ഡെന്റോ ക്ലിനിക് ഫോർ ക്ലിനിക്കൽ പെർഫെക്ഷൻ, ജർമ്മൻ ഡിസൈൻഡ് ടൂത്ത് ബ്രഷ്. എന്നാൽ സമ്മാനങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല, അറിയാലോ. ഭക്ഷണം കഴിക്കണ്ടേ? മറന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ റെസ്റ്റോറന്റിലേക്ക് വിട്ടാലോ? ഓക്കെ, പോവാം. അതെ, നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടുള്ള സൈത്തൂൺ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ വന്നിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല, നമ്മുടെ അഖിൽ ബ്രോയ്ക്കും പ്രണതി ചേച്ചിക്കും നമ്മുടെ ബമ്പർ ഗിഫ്റ്റായി ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരിത് താഴത്തെത്തിയിട്ടുണ്ട്, നമുക്ക് പോയിട്ട് വെൽക്കം ചെയ്യാം. കടന്നും കാറ്റുപോലെ അരികിൽ ആരൊരാൾ കനവാ പകരും നേർത്ത പുഞ്ചിരികളോ നീലരാവിൻ പൂനീലാവായി പെയ്യുന്നുവോ ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടിനോ പാർട്ട്ണറിനോ റിലേറ്റീവിനോ ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഡീറ്റെയിൽസ് അയച്ചോളൂ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം ഫൺ ഫാലിമി. ബൈ.